പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചാനൽ വഴി അറിയിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണിത്. ഈ വർഷം മുതൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷയ്ക്ക് GST ഏർപ്പെടുത്തുകയും 2017 മുതലുള്ള കുടിശ്ശിക നൽകണമെന്ന് അറിയിച്ചതിനാൽ ഈ കാണുന്ന 5 അസോസിയേഷനുകൾ ഈ വർഷം മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ അവരുടെ വെബ്സൈറ്റ് വഴി ക്ഷണിക്കില്ല എന്ന കാര്യം മലയാള മനോരമ ഫ്രണ്ട് പേജിൽ വലിയ വാർത്തയായിട്ട് ഇന്നലെ നൽകിയിരുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ ഇല്ലാതാകുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ നഷ്ടമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ് നിങ്ങൾ കാണുന്നത്. ഓരോ അസോസിയേഷൻ വഴിയും ഏകദേശം എത്ര നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സീറ്റിലേക്ക് +2 സ്കോർ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഫീസിൽ തന്നെ അഡ്മിഷൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഓരോന്നിൻ്റെയും ബ്രാക്കറ്റിൽ ഇവിടെ നൽകിയത് കാണാവുന്നതാണ്. ഈ അസോസിയേഷനുകൾ വഴിയുള്ള ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വാർത്തയിലേക്ക് നീങ്ങാം. ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് കേരള ധനകാര്യ വകുപ്പുമായി ചർച്ച നടത്തി പ്രശ്നത്തിൽ പരിഹാരം കാണാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം സ്വകാര്യ നഴ്സിംഗ് കോളേജുകൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മാനേജ്മെന്റ് സീറ്റുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം തുടരാനുമുള്ള സാഹചര്യമൊരുക്കാനും ആരോഗ്യ വകുപ്പിന്റെ നീക്കം. മാനേജ്മെന്റ് അസോസിയേഷനുകൾ 2017 മുതൽ അപേക്ഷാ ഫോമിന് വാങ്ങിയ തുകയുടെ 18% GST നൽകണമെന്ന ധനവകുപ്പിന്റെ നിലപാടാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. GST ഒഴിവാക്കിയില്ലെങ്കിൽ ഏകജാലക പ്രവേശനത്തിനില്ല എന്ന പ്രഖ്യാപനത്തിൽ നിന്നും മാനേജ്മെന്റ് അസോസിയേഷനുകൾ പിന്നോട്ടില്ല. ഈ സാഹചര്യത്തിൽ ധനവകുപ്പുമായി ആരോഗ്യവകുപ്പ് ചർച്ച നടത്തും. ഈ പ്രതിസന്ധി ഒഴിവാക്കിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഓരോ കോളേജിലും വെവ്വേറെ അപേക്ഷ നൽകേണ്ടി വരും. ഇപ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. വെവ്വേറെ അപേക്ഷിച്ചാൽ മെറിറ്റ് അട്ടിമറിക്കപ്പെടും. കൂടാതെ ഓരോ കോളേജിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി വലിയ തുക വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടിയും വരും. നഴ്സിംഗ് പ്രവേശനം കടുത്ത പ്രതിസന്ധിയിലായ വിവരം ഇന്നലെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വിവിധ തലങ്ങളിൽ ചർച്ചകൾ ത്വരിതപ്പെടുന്നത്. BSc നഴ്സിംഗിലേക്കും പാരാമെഡിക്കൽ സീറ്റുകളിലേക്കും പ്രധാനമായിട്ട് അഡ്മിഷൻ നടത്തുന്നത് LBS സെൻറ്റർ എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഗവൺമെൻറ് കോളേജുകളിലുള്ള എല്ലാ സീറ്റുകളിലേക്കും കൂടാതെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള 50% മെറിറ്റ് സീറ്റിലേക്കുമാണ് LBS സെൻറ്റർ വെബ്സൈറ്റ് വഴി അഡ്മിഷൻ നടത്തപ്പെടുന്നത്. ബാക്കിയുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ബാക്കിയുള്ള 50% സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളാണ്. ആ സീറ്റുകളിലേക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ അഡ്മിഷൻ നടത്തുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ LBS, BSc, നഴ്സിംഗ്, മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.